പരിപ്പ് വട എല്ലാവർക്കും നൊസ്റ്റാൾജിയ അല്ലേ? ഇന്ന് നല്ലൊരു നാടൻ പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. പരിപ്പ് വടയ്ക്ക് സാധാരണയായി ഗ്രീൻ പീസിൻ്റെ പരിപ്പും കടലപ്പരിപ്പും ഉപയോഗിക്കാറുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കടലപ്പരിപ്പാണ്. അപ്പോൾ ഞാനും ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് കടലപ്പരിപ്പ് തന്നെയാണ്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 2 മുതൽ 4 മണിക്കൂർ വരെ കുതിർത്ത കടലപ്പരിപ്പ് നമുക്ക് തരിതരിപ്പായി അരച്ചെടുക്കാം. അതിൽ കുറച്ച് കടലപ്പരിപ്പുകൾ ഇങ്ങനെ മുഴുവനായിട്ട് കിടന്നാലും കുഴപ്പമില്ല, അത് പരിപ്പ് വടയ്ക്ക് ടേസ്റ്റ് നൽകുകയുള്ളൂ. കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് വെള്ളം നന്നായി വാർത്തതിന് ശേഷം വേണം ഇങ്ങനെ അരച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ മാവ് ടൈറ്റായിട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാകും. മാത്രമല്ല, വെള്ളത്തിൻ്റെ അംശം നിൽക്കും തോറും എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 5 വറ്റൽമുളക്, 2 പല്ല് വെളുത്തുള്ളി, ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇതുപോലെ. അത് നമുക്ക് നമ്മൾ എടുത്തു വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേറെയും കുറച്ച് കാര്യങ്ങൾ വേണം. കറിവേപ്പില ഒരു 10-15 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, വല്യുള്ളി ഒരു 75 ഗ്രാമോളം ചെറുതായി അരിഞ്ഞെടുത്തത്, ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, ഇഞ്ചി ഒരു ഏകദേശം 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം വേണം ചെറുതായി അരിഞ്ഞെടുത്തത്, പച്ചമുളക് അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തത്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. അളവൊക്കെ ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കണേ. ഇതെല്ലാം നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കാം, പെരുങ്കായം. ഇനി നന്നായിട്ട് നല്ല ടൈറ്റ്നെസ് വരുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റണം. ഉരുട്ടി നമുക്ക് അതിന് ആ ഒരു ടൈറ്റ്നെസ് വേണം. മുക്കിപ്പൊരിക്കാൻ പാകത്തിന് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായോ എന്ന് നമുക്കൊന്ന് നോക്കാം. 1 ഡ്രോപ്പ് മാവ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാകമായിട്ടുണ്ട്. ഉടനെ തന്നെ ആ മാവ് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എന്തിനാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നതെന്ന് ഞാൻ ലാസ്റ്റ് ടിപ്പിൽ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് കൈവെള്ളയിൽ ഒതുങ്ങുന്ന അത്രയും മാവെടുത്ത് നല്ലോണം ടൈറ്റായി ഉരുട്ടി മറ്റേ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പരിപ്പ് വടയുടെ ഷേപ്പ് കിട്ടും. അതായത് ഒരു UFOയുടെ ഷേപ്പ്. നടുക്ക് കുറച്ച് തിക്നെസ് കൂടി അരികുകളിലേക്ക് കുറച്ച് തിക്നെസ് കുറഞ്ഞ ഷേപ്പിൽ കിട്ടും. ഇതാണ് ശരിക്കും പരിപ്പ് വടയുടെ ഷേപ്പ്. പക്ഷെ ഇതല്ലാതെയും ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് മുക്കി പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാം. നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോഴേക്കും ഉള്ളിൽ വെന്തിട്ടുണ്ടാവും. പക്ഷെ ഈ സമയത്ത് തീ വെക്കേണ്ടത് ലോയിലാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കരിഞ്ഞും പോവും, ഉള്ളിൽ വേവില്ല. ഇതേപോലെ നിറമാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് പുറത്തേക്ക് കോരിയെടുക്കാം. ഇത് നമ്മുടെ പരിപ്പ് വട റെഡിയാണ്. ടിപ്പ് കാണാൻ മറക്കല്ലേ കേട്ടോ. ഞാനിപ്പോൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സോസിൻ്റെ കൂടെ. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ കടലപ്പരിപ്പ് എത്ര വെള്ളം വാർത്താലും തുണിയിൽ വെച്ചൊന്ന് തുടച്ചിട്ടെടുത്താൽ പോലും അവസാനം നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകുന്നു എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വെള്ളം കൂടി പോകുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതെപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യത്തിലൂടെയാണ് ഈ പ്രോബ്ലം കടന്നു വരുന്നത്. അതായത് ഉപ്പ് ചേർക്കുന്നില്ലേ, ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, കുറച്ച് ലേറ്റ് ആയിട്ടാണ്. എണ്ണയിലേക്ക് ഇടുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ട്
ഇളക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉപ്പിനോട് കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിലുള്ള വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും. നമ്മൾ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് വെച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് കുറേ കമ്പാരറ്റീവ്ലി എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഓരോന്ന് നോക്കുമ്പോൾ ചെറിയ അളവിലാണെങ്കിലും ഒന്നിച്ച് നോക്കുമ്പോൾ വലിയൊരു അളവ് വരുന്നുണ്ട്. അത് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങും. പിന്നെ ഇതിലേക്ക് മാവ് ടൈറ്റായിട്ട് പിടിക്കാൻ കിട്ടില്ല, മാത്രമല്ല എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോൾ അവസാനം നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ ഉപ്പ് ചേർത്തിട്ട് പാകത്തിന് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഇന്നത്തെ ടിപ്പ്. അപ്പോൾ ഇനി വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആയോ എന്ന് എന്നോട് പറയണേ കേട്ടോ. പിന്നെന്താ, ലവ് യു ഓൾ.